ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ മഴ അത് രാത്രി ശക്തി പ്രാപിക്കുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി വെള്ളക്കെട്ട് രൂപപ്പെടുകയും വലിയ യാത്രാ ദുരിതം, അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ കടകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെയും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ കോഴിക്കോട് നിന്നാണെങ്കിൽ അത് ബാലുശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറി, പന്തീരങ്കാവിൽ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നുമൊക്കെ. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സ്പെഷ്യൽ ബുള്ളറ്റിനും തയ്യാറാക്കിയിരിക്കുന്ന. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കനത്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട്. കൊച്ചി നഗരത്തിൽ വൈറ്റില, പാലാരിവട്ടം, ഇടപ്പള്ളി, കാക്കനാട് മേഖലകളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. മട്ടാഞ്ചേരി ബസാർ റോഡ് മുങ്ങി. കടകളിൽ വെള്ളം എത്തിയതിനെ തുടർന്ന് അരി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നശിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്ക് റോഡിൽ വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും, ഇന്നലെ രാത്രി വൈകിട്ടൊക്കെ ഇൻഫോ പാർക്ക് റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയും അവിടെ ഗതാഗത തടസ്സമുണ്ടാവുകയും അതുവഴി വരുന്ന വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അതിപ്പോൾ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്, മഴ അല്പം മാറി നിൽക്കുന്നതോടുകൂടി എന്ന് മനസ്സിലാക്കുന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ഉൾപ്പെടെ ഇന്നലെ വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വാർഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മാവൂരിൽ ഗ്രാമീണ റോഡുകൾ ഇടിഞ്ഞ് താഴ്ന്നു. ചാലിയാർ പുഴ കരകവിഞ്ഞു. ചീക്കിലോട് മതിൽ ഇടിഞ്ഞു വീണ് വീടിന് മുകളിൽ പതിച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, കൊച്ചിയിൽ നിന്ന് വിനീത വിജി, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റൌത്തർ. ഷഫീദ്, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ജില്ലകൾക്ക് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതും വിശദീകരിക്കും. കൊല്ലത്ത് നിന്ന് അരുൺ രാജും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം തൃശ്ശൂരിലേക്കാണ് സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, എന്താണ് തൃശ്ശൂരിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പൊതുവായ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒപ്പം തന്നെ ഇന്നലെ അശ്വിനി ആശുപത്രിയിലേക്ക് വെള്ളം കയറുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെ മേഖലകളിൽ മഴ തുടരുന്നുണ്ട്? ജില്ലയുടെ ജാഗ്രത എങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? സൂരജ്. നിലവിൽ തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വടക്കേ ചിറയിലാണ്. ഇവിടെ ഈ ഫോറസ്റ്റ് ഫ്ലാറ്റിലാണ് ഇന്നലെ ഇതിൻ്റെ ഈ അണ്ടർഗ്രൗണ്ട് മുങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇവിടെയായിരുന്നു, അതായത് ഞാൻ ഈ നിൽക്കുന്ന ഈ മേഖലയിലാണ് 12 അടി താഴ്ചയിൽ 12 അടി ഉയരത്തിൽ ഈ വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ ഫ്ലാറ്റിന്റെ ഗ്രൗണ്ടിലെ പാർക്കിംഗ് ആണ്. ഈ ഭാഗത്താണ് വെള്ളം എത്തിയത്. അതായത് 7 മണിക്കാണ് ഇന്നലെ തൃശ്ശൂരിൽ മഴ തുടങ്ങുന്നത്. ആ മഴ തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ ഇങ്ങോട്ടേക്ക് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ റൗണ്ടിന് താഴ്ഭാഗമായിട്ടാണ് ഈ വടക്കേച്ചിറ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന റൗണ്ടിൽ നിന്ന് ഉൾപ്പെടെ ഒഴുകിയെത്തിയ വെള്ളം പെട്ടെന്ന് എത്തുന്നത് ഈ ഫ്ലാറ്റിന്റെ മുന്നിലേക്കായിരുന്നു. അവിടെ നിന്ന് ഈ ചിറയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഈ വെള്ളം. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തി. ആ സമയം ഈ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന കാറുകളാണ് കാണുന്നത്. 4 കാറുകൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇന്നലെ ഈ 12 അടിയോളം വെള്ളത്തിനടിയിൽ 12 അടി ഉയരത്തിലുള്ള വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പൂർണ്ണമായും ഈ 4 കാറുകൾ ഇത്തരത്തിൽ ഈ വെള്ളത്തിനടിയിൽപ്പെട്ട് നശിച്ചിട്ടുണ്ട്. കാരണം ഈ കാറിലെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കാറിനകത്ത് പോലും ചെളി കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് രാവിലെ വരെ ഈ പാർക്കിങ്ങിലടക്കം വെള്ളം പൊങ്ങി നിൽക്കുകയായിരുന്നു. ഇന്നലെ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ നിന്ന് ഈ വെള്ളം നീക്കാനൊരു ശ്രമം നടത്തിയെങ്കിൽ പോലും മഴ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇതേ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ, അതായത് ഇന്ന് രാവിലെ മഴ കുറഞ്ഞ സമയത്ത് ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങിപ്പോവുകയായിരുന്നു. നമ്മൾ ഈ കാണുന്നത് ഈ ഫ്ലാറ്റിനകത്തുള്ള ഇലക്ട്രിക് വയറിംഗ് റൂമാണ്. അവിടെ എല്ലാം തന്നെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നു. ജനറേറ്റർ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ എടുക്കുകയാണെങ്കിൽ ഈ ഫ്ലാറ്റിനുണ്ടായിരുന്ന വാഹനങ്ങൾ 4 കാറുകൾ പൂർണ്ണമായും നശിച്ചു എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ബൈക്കുകളുണ്ട്.
അതോടൊപ്പം തന്നെ ഇന്നലെ വിവിധ മേഖലകളിൽ, അത് തൃശ്ശൂരിന്റെ റെയിൽവേ സ്റ്റേഷനിലടക്കം പാർക്കിങ്ങുകളിൽ നിർത്തിയിട്ട വാഹനങ്ങളടക്കം ഇന്നലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ പ്രധാനമായും അശ്വിനി ആശുപത്രിയിലാണ് എടുത്തു പറയേണ്ട ഒരു നാശത്തിലേക്ക്, ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അവിടെ കാഷ്വാലിറ്റിയിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. വലിയ രീതിയിൽ അശ്വിനി ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ വെള്ളം കയറി 3 കോടിയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഇവരെല്ലാവരും പ്രധാനമായും പറയുന്നത് ഈ മഴ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകിയ ഒരു പാളിച്ച അത് തന്നെയാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഇതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കാണുന്നതാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ട്. ആ റൗണ്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം നേരെ ഒഴുകി ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുക. അതിനുശേഷം ഈ സമീപത്തൊരു ചിറയുണ്ട്, പക്ഷേ ആ ചിറയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്തരത്തിൽ ഈ ഫ്ളാറ്റിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇവിടത്തുകാരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വടക്കേച്ചിറയാണ്. ഇവിടെയെല്ലാം കനത്ത രീതിയിൽ മഴ പെയ്യുന്നു. ഇതിനപ്പുറമാണ് വടക്കേ സ്റ്റാൻഡ്. ആ ഭാഗത്താണ് ഇന്നലെ വെള്ളം കയറിയത്. ആ ഭാഗത്ത് വെള്ളം കയറി വീടുകളിലേക്കടക്കം വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഈ പ്രദേശവാസികളുമായെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മിനിറ്റുകളുടെ ഇടവേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും തൃശ്ശൂർ നഗരത്തിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലകളിലെല്ലാം തന്നെ കനത്ത മഴയാണ് തുടരുന്നത്. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നൊപ്പം തന്നെ വിനീത വി ജി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. വിനീത, മട്ടാഞ്ചേരി ബസാർ റോഡ് മുങ്ങി എന്നുള്ള വിവരം രാവിലെ പുറത്തു വന്നു. അവിടെ കടകളിലേക്ക് വെള്ളമെത്തി, അവിടെ കടകളിലുണ്ടായിരുന്ന സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ അടക്കം നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. അതുപോലെ ഇന്നലെ വലിയ പ്രശ്നമുണ്ടായ ഇൻഫോ പാർക്ക് റോഡിൽ അവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അവിടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ടെന്ന് പറയുന്നു. ജില്ലയുടെ പൊതുവായുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ മഴ തുടരുന്നുണ്ട്? നാശനഷ്ടങ്ങളുടെ വിവരങ്ങളും വിനീത. റിജിത്ത്, ഈ കാലവർഷം അടുക്കും മുൻപേ ഉള്ള ഒരു മഴയാണ്. ഇന്നലെ ഏതാണ്ട് രാത്രി വൈകിട്ട് 1.5 മണിക്കൂറോളം പെയ്ത മഴയിലാണ് വലിയൊരു ദുരിതം ഈ നഗരത്തിലേക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഈ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇൻഫോ പാർക്കിലെ പാർക്കിംഗ് ഏരിയകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്നൊരു അവസ്ഥയുണ്ടായി. പൊതുവെ അത് വലിയ രീതിയിലേക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായ മഴക്കാലത്ത് പോലും വെള്ളം കയറാത്ത ഇടങ്ങളിലാണ് ഇക്കുറി വെള്ളം കയറിയത്. അതുകൊണ്ട് തന്നെ ഇനി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് പറയുമ്പോൾ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ജീവനക്കാർക്കടക്കമുണ്ട്. നമ്മളിന്നലെ അവിടെ പോയപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കണ്ടതാണ് ഈ വെള്ളക്കെട്ടിൽ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകി തെന്നി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് ഏതാണ്ട് പൂർണ്ണമായും വെള്ളം കയറുകയും പിന്നീട് വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിവെക്കേണ്ടൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. ജീവനക്കാർക്കൊക്കെ വലിയ രീതിയിലേക്കുള്ള ആശങ്ക തന്നെയാണ്. പിന്നീട് ഈ കലൂർ പോലുള്ള നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും വെള്ളം കയറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. കലൂർ, MG റോഡ്, പാലാരിവട്ടം, ഇടപ്പള്ളി, ഒപ്പം തന്നെ മലയോര മേഖലകളായ മൂവാറ്റുപുഴ, കോതമംഗലം, കാലടി ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ കനത്ത മഴയാണ് ഇന്നലെയൊക്കെ അനുഭവപ്പെട്ടിരുന്നത്. പൂത്തോട്ടയിൽ വള്ളം മറിഞ്ഞ് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പുത്തൻകുരിശ് MGM സ്കൂളിന്റെ മതിൽ അതിശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. കരിമുകളിൽ ഒരു മരം കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി. എന്നിങ്ങനെ കൊച്ചിയിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവ വികാസങ്ങളാണിത്. മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചെയും മഴയ്ക്കൊട്ടും ശമനമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് MG റോഡിലാണ്. ഇന്നലെ വൈകിട്ടൊക്കെ ഇവിടെ ഒരു ചെറിയ രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നിലവിൽ ആശ്വാസകരമാണെന്ന് നമുക്ക് പറയാം. കാരണം വലിയ രീതിയിലേക്കുള്ളൊരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു അന്തരീക്ഷമോ ഒന്നും നിലവിലില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്കതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴി, അത് എനിക്ക് തോന്നുന്നു ആ ഇടവഴിയാണ്. ആ ഇടവഴിയിലേക്ക് നോക്കുമ്പോൾ നമുക്കിപ്പോഴും ആ വെള്ളക്കെട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ആ മേഖലയിലുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ MG റോഡിന്റെ ഈ പ്രധാനപ്പെട്ട ആ മെട്രോ പില്ലറിന് സമീപമുള്ള വഴികളിലേക്കൊക്കെയാണ് പൊതുവെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ ഈ രാവിലത്തെ മഴയിൽ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. കവിത തിയേറ്റർ ഭാഗത്തേക്ക് അവിടെയൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവഴികളിലേക്കൊക്കെ വെള്ളം കയറുന്നൊരു അവസ്ഥയാണുള്ളത്. രാവിലെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാനകളിലേക്കൊക്കെ ഈ നിർമ്മാണത്തിന്റെ വസ്തുക്കളൊക്കെ വന്ന് അടിഞ്ഞതാണ് ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നുള്ളതൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഇനി ഈ മട്ടാഞ്ചേരി ഭാഗത്തും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ട്. അവിടുത്തെ ബസാർ റോഡ് കടകളിലേക്കൊക്കെ തന്നെ അവിടെ വെള്ളം കയറിയിരിക്കുകയാണ്. ഈ അരികളൊക്കെ സൂക്ഷിച്ചിരുന്ന കടകളിൽ വെള്ളം കയറുകയും ഏതാണ്ട് 10-12 ചാക്കുകണക്കിന് അരികൾ
അത് നാശനഷ്ടം സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് ഉടമകൾ പറയുന്നത്. റജിത്, ശരി, വിനീത വിജി കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട്ട് എന്താണ് സാഹചര്യം എന്നുള്ള കാര്യം പരിശോധിക്കണം. കോഴിക്കോട്ട് ഇന്ന് രാവിലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇങ്ങനെയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ രാമനാട്ടുകരയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പന്തീരങ്കാവ് സർവീസ് റോഡ് തകർന്നിട്ടുണ്ട്. ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മലയോര മേഖലയിലും നഗരമേഖലയിലും ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യവുമുണ്ട്. സംസ്ഥാനത്തിന്റെ പലയിടത്തും ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. കോട്ടയം ഓണം തുരുത്തിൽ മീൻ പിടിക്കാൻ പോയി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തുവരുന്നു. മാങ്ങാട്ടുകുഴി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് വിമോദിനെ കാണാതായത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ കോട്ടയം ജില്ലയുടെ മഴയുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായ സാഹചര്യം എങ്ങനെയാണ്? കുട്ടിക്കൽ മേഖലയിലൊക്കെ രാവിലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് ടോബി? ഇന്നലെയാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നുമില്ലായിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തി. അങ്ങനെയാണ് സമീപത്തുള്ള ഒരു പാടത്ത് നിന്ന് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്, മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൃതദേഹം ഉടൻ തന്നെ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോട്ടയം ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്, അത് ഇപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് മലയോര മേഖലയിൽ മാത്രമായിരുന്നു മഴ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പടിഞ്ഞാറൻ മേഖലയിലും കുമരകമടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ, കോട്ടയം നഗരത്തിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയോര മേഖലയിലാണ്, പാലായ്ക്ക് മുകളിലായിട്ടുള്ള ഒരു പ്രദേശത്താണ്. അവിടെ നമുക്ക് കാണാം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശക്തമായിട്ട് ഉള്ള മഴ, അതുപോലെ തന്നെ അന്തരീക്ഷം മേഘാവൃതമായിട്ട് ഇരിക്കുന്നു. ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായിട്ട് പെയ്തിരുന്നു. മഴ സ്ഥിരമായി പെയ്യുന്നത് മണ്ണൊലിച്ചിലിന് അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവർ, മലയോര മേഖലകളിലുള്ളവർ സുരക്ഷിതരായിട്ടിരിക്കണം, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്തുകളും മറ്റും നൽകുന്നുണ്ട്. താലൂക്കുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തുറന്നിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴ മലയോര മേഖലകളിൽ പെയ്യുന്നതായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലേർട്ടിലേക്ക് ജില്ല പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും കൈമാറിയിട്ടുണ്ടായിരുന്നു. ഖനനങ്ങൾ ഈ മേഖലകളിലെല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആ ഖനന പ്രക്രിയയിലേക്ക് കടക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ശക്തമായി പെയ്യുന്നത് കൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്, വഴികളിലും മറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാവുന്ന പോലെ കൂട്ടിക്കലിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരം നമുക്കറിയാവുന്ന. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ്. അവിടെ ശക്തമായിട്ടുള്ള മഴ ഇന്ന് രാവിലെ മുതൽ പെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതും അല്പം ആശങ്കയുണ്ടാക്കും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയത്തെ മലയോര മേഖലയിലടക്കം ജാഗ്രത തുടരുകയാണ്. അവിടെ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ, മുൻകരുതലൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇടുക്കിയിലെ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കണം. ഇനി രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇടുക്കിയിലെ സാഹചര്യം എന്താണ് രാഹുൽ? റിജിത്ത്, നിലവിൽ തൊടുപുഴ, വാഗമൺ ഈ പ്രദേശങ്ങളിലാണ് മഴ പെയ്യുന്നത്. മറ്റ് ഹൈറേഞ്ച് മേഖലയിൽ അത്ര ശക്തമായ മഴയില്ല. ഇടയ്ക്ക് ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പുലർച്ചെ വരെ ശക്തമായ മഴ എന്നാൽ പെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, മലങ്കര ഡാമിന്റെ 2 ഷട്ടർ കൂടി അധികമായി തുറന്നിട്ടുണ്ട്. നേരത്തെ 2 ഷട്ടർ 20 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ 2 ഷട്ടർ 50 സെന്റിമീറ്റർ കൂടി ഉയർത്തിയിരിക്കുകയാണ്. തൊടുപുഴ ആറിലേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മഴ കാരണം ഈ പുഴകളിൽ സ്വാഭാവികമായിട്ടും കൈത്തോടുകളിൽ നിന്നൊഴുകുന്ന വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഒരല്പം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഈ മലങ്കര ഡാമിൽ നിന്ന് കൂടി എത്തുമ്പോൾ അത് കരകവിഞ്ഞൊഴുകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ ഇടുക്കിയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില സ്ഥലങ്ങളിൽ നേരിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ വഴിതടസ്സം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഈ നിയന്ത്രണം അത് തുടരുകയും ചെയ്യുകയാണ്. ഇടുക്കിയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രാഹുൽ വിജയൻ. കോഴിക്കോട്ട് നിന്ന്
അഭിജിത്ത് മുഴക്കുന്നുകൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് കോഴിക്കോട് ജില്ലയുടെ സാഹചര്യം? രാവിലെയും നാശനഷ്ടങ്ങളുടെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് പന്തീരങ്കാവിൽ നിന്ന് സർവീസ് റോഡ് ഇടിഞ്ഞു വീണു എന്നുള്ള വിവരം, രാമനാട്ടുകരയിലും ബാലുശ്ശേരിയിലൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറി എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ജില്ലയിൽ 4 കൺട്രോൾ റൂമുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സാഹചര്യം, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരവുമാണ്. എന്താണ് കോഴിക്കോട് ജില്ലയിലെ വിവരങ്ങൾ, അഭിജിത്ത്? ടി.കെ. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കനത്ത മഴയുടെ ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാവർക്കും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുമുണ്ട്. പക്ഷേ രാവിലെ ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴ ഇന്ന് പുലർച്ചെയോടെ നിർത്താതെ പെയ്തത് വഴി ഈ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു പ്രശ്നം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലുള്ളവരാണ് വളരെയധികം ബുദ്ധിമുട്ടിലായത്. ബാലുശ്ശേരി തുടങ്ങിയ മേഖലകളിൽ, മുക്കം തുടങ്ങിയ മേഖലകളിലൊക്കെ മഴ കനത്തു പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടി.കെ. സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലുശ്ശേരി, നന്മണ്ട, രാമനാട്ടുകര തുടങ്ങിയ മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറുകയും തുടർന്ന് അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാലുശ്ശേരിയിലെ ചിക്കിലോട് എന്ന സ്ഥലത്ത് വീടിലേക്ക് സമീപത്തുള്ള മതിൽ ഇടിഞ്ഞു വീണ ഒരു അപകടമുണ്ടായി. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ഒപ്പം ഈ പന്തീരങ്കാവിലെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണത് അത് പ്രധാനപ്പെട്ടത്, അത് 5 വീടുകൾക്ക് മുകളിലേക്ക് ഈ റോഡിലെ മണ്ണ് വന്നു പതിച്ചു എന്നുള്ളതാണ്. ഒപ്പം സമീപത്തുള്ള ഒരു അങ്കനവാടി, ക്ഷേത്രം എന്നിവയ്ക്ക് മുകളിലേക്കും ഈ സർവീസ് റോഡിലെ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കു പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഈ സർവീസ് റോഡ് NH66 സർവീസ് റോഡിലെ ഈ ഒരു വിള്ളൽ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയതാണ്, അധികൃതരോട് ഇക്കാര്യം അറിയിച്ചതാണ്. ഒരു അപകടം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അധികൃതരെ അറിയിച്ചിട്ടും കാര്യമായ നടപടി എടുത്തില്ല എന്നുള്ള ഒരു ആക്ഷേപം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇന്നലെ ആ കനത്ത മഴയിൽ ഈ പന്തീരങ്കാവ് റോഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഏതായാലും ആ പരിക്കേറ്റ പ്രദേശവാസിയായ മോഹനൻ എന്നയാളെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ മലയോര മേഖലയിൽ ഇപ്പോൾ കനത്ത മഴയില്ല, പക്ഷേ ഈ വെള്ളക്കെട്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലയിൽ സാധാരണ ഈ മഴ കനക്കുമ്പോൾ മണ്ണിടിച്ചിൽ വലിയ പ്രശ്നമായി മാറാറുണ്ട്. ഈ വാഹനങ്ങളിലൊക്കെ പോകുന്നവർ, ഈ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ, അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറുന്നതാണ് ഈ മണ്ണിടിച്ചിലൊക്കെ. അതിനാൽ ജില്ലാ ഭരണകൂടം കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക. ഒപ്പം ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ജാഗ്രത തുടരുകയാണ്. ടി.കെ. ശരി, അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലെ മഴയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കൊല്ലത്ത് നിന്ന് അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, കൊല്ലത്തെ പൊതുവായുള്ള സാഹചര്യം എന്താണ്? രാവിലെ ഏതൊക്കെ മേഖലകളിൽ മഴയുണ്ട്? നാശനഷ്ടങ്ങളുടെ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ അരുൺരാജ്? ഒരു ശമനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മേഖലയിലടക്കം ഇപ്പോഴും മഴ തുടരുന്നു എന്ന വിവരങ്ങളാണ് നമ്മുടെ പ്രാദേശിക ലേഖകരടക്കം അവിടെ നിന്ന് നൽകുന്നത്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ചില താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം തുടക്കത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ നിന്ന് മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിലാണ്. ഇവിടെ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇത് പൂർണ്ണമായും മറ്റിടങ്ങളിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ദേശീയപാത പണി നടക്കുന്ന ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ശ്രദ്ധയോടെ വേണം യാത്ര തുടരാൻ എന്നുള്ള ആവർത്തിച്ചുള്ള നിർദ്ദേശം ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് നൽകുന്നുണ്ട്. ഉദ്യോഗസ്ഥർ പല സ്ഥലങ്ങളിലും ഇത് യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങളായി തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നു. മറ്റൊന്ന്, ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നദികൾ, തോടുകൾ എന്നിവയാണ്. ഇവ കവിഞ്ഞൊഴുകാനുള്ള സാധ്യത മുന്നിൽ കാണണം എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം പറയുന്നത്. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത തുടരണം എന്നുള്ളതാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നുകൂടി ജില്ലാ ഭരണകൂടം ആവർത്തിക്കുന്നുണ്ട്. ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ, സംസ്ഥാനത്തെ പൊതുവായുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പങ്കുവയ്ക്കുക. അഖിൽ ഷാ, ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഏതൊക്കെ ജില്ലകളിൽ മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്? ജില്ലകൾക്കുള്ള മുന്നറിയിപ്പ് ഏത് തരത്തിലാണ്? അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ, അഖിൽ ഷാ അൻസാർ? സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടായേക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, മലപ്പുറം,
കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മിതമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്ക് അറിയുന്നത് പോലെ ഇന്ന് സംസ്ഥാനത്ത് 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് പ്രധാനമായും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 7 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലുമുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും അറിയിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നാളെയും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. നാളെയും മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത് ഒഴിവാക്കണം. അതിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ആ നിരോധനം ഏർപ്പെടുത്തിയാണ്. അത് ഇന്നും തുടരുമെന്നുള്ളൊരു കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നത് പ്രധാനമായും ഈ തിരമാല വർദ്ധിക്കാനും അതുപോലെ തന്നെ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും കൂടുതൽ ജാഗ്രതരായിരിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. റീജിത്ത്. ശരി, അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ, തീരമേഖലയിലൊക്കെ ജാഗ്രത വേണം എന്നുള്ളതാണ് പൊതുവായുള്ള മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.